മലങ്കര സഭയുടെ സ്വത്ത് തർക്കമല്ലേ പല ചാനൽ ചർച്ചകൾ ലീഡ് ചെയ്യുന്നവർ ഓർത്തഡോക്സുകാരോടും പാത്രികസുകാരോടും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടിട്ടുണ്ട്. ഇത് സ്വത്തിന് വേണ്ടിയുള്ള തർക്കമല്ലേ, സ്വത്തിനുള്ള തർക്കമല്ലേ? ആണ്. അങ്ങനെയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മലങ്കര സഭയിൽ സ്വത്ത് തർക്കം ആരാ ഉണ്ടാക്കിയത്? 1876 മുളന്തുരുത്ത് സുന്നഹദോസ് നടത്തി. ഈ സുന്നഹദോസ് നടത്തിയതായ സമയത്ത് പുലിക്കോട്ടിൽ ശ്രീപന്യാസോസ് 5-ാമൻ തിരുമേനിയോട് പറയുന്നു, മലങ്കര സഭയുടെ സ്വത്തുക്കളുടെ മുഴുവൻ അധികാരം എനിക്ക് നൽകണം. സ്വാഭിമാനം വിട്ടുകളഞ്ഞിട്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. സാധ്യമല്ല. എങ്കിലിതാ പിടിച്ചു. മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ച് 7 ഭദ്രാസന മെത്രാപ്പൊലീത്തമാർക്കും അദ്ദേഹം 6 പേരെ വാഴിച്ചു. പുലിക്കോട്ട് തിരുമേനി ഉൾപ്പെടെ 7 പേർക്ക് ഭദ്രാസനങ്ങളായി വിഭജിച്ചു. എല്ലാവരോടും പറഞ്ഞ് മേടിച്ചു തരണമെന്ന്. പാത്രികേസ് ഇവിടുന്ന് കടന്നുപോകുന്നവരെ ആരും കൊടുത്തില്ല. പാത്രികേസ് ഇവിടുന്ന് ശീമയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പുലിക്കോട്ട് തിരുമേനിയുടെ കൂടെ ബാക്കി 6 പേരും കൂടി ഒരുമിച്ച് ചേർന്നു. ഇതാണ് മലങ്കര സഭയുടെ മക്കളുടെ. ആരാ സ്വത്ത് തർക്കം ഉണ്ടാക്കിയത്? മലങ്കര സഭയുടെ സ്വത്തുക്കൾ ഇവിടെ മലങ്കര സഭയുടെ കിടന്നാൽ മതിയല്ലോ. ആരാ സ്വത്ത് തർക്കം ഉണ്ടാക്കിയത്? 1908 വട്ടശ്ശേരി തിരുമേനെ വാഴിച്ച് മലങ്കര മെത്രാപ്പൊലീത്തായി 1909 പുലിക്കോട്ട് തിരുമേനി കാലം ചെയ്യുമ്പോൾ മലങ്കര അസോസിയേഷൻ കൂടി അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് തിരഞ്ഞെടുത്തു. അതിനുശേഷം 1910 ഇവിടെ വന്നതായ അബ്ദുള്ള പാത്രികേസ് ബാവ, അന്ത്യോക്യ പാത്രികേസ് ബാവ എന്തുകൊണ്ടാണ് വട്ടശ്ശേരി തിരുമേനി മുടക്കിയത്? ഒരേ ഒരു കാരണമേ ഉള്ളൂ, മലങ്കര സഭയുടെ സ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതണം. ഇതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ല. സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ മുടക്കിയിരിക്കുന്നു. ഏതോ ഈ മുടക്കെന്ന് പറയുന്ന ഉടക്ക് എവിടെയോ കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാണ്. അതിന് യാതൊരു വിലയുമില്ല എന്ന് കോടതികൾ അനേക പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതിന് യാതൊരു വിലയുമില്ല. സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ സ്വത്തിൻ്റെ തർക്കം ആരംഭിച്ചതാര്? ഈ സ്വത്തിന് വേണ്ടി ആരംഭിച്ചതാര്? 2 പാത്രികേസുമാർ ഇവിടെ വന്നാണ് സ്വത്ത് വേണമെന്ന് പറഞ്ഞത്. മലങ്കര സഭയ്ക്ക് അത് കൊടുക്കാനൊക്കെയില്ല. ഏത് പള്ളിയും മലങ്കര സഭയുടേതാണ്, പള്ളിയുടെ സ്വത്തുക്കളെല്ലാം മലങ്കര സഭയുടേതാണ്. അതുകൊണ്ട് ഇടവക്കാരൻ്റെ സ്വത്തല്ല. ഇടവക്കാരൻ്റെ സ്വത്തായിരുന്നെങ്കിൽ ഇടവകയിലുള്ള ഓരോരുത്തരും ഓരോ പള്ളി വിട്ട് അടുത്ത പള്ളിയിലേക്ക് പോകുമ്പോൾ അതാത് നിന്നിരുന്ന ഇടവകൾ പള്ളിയിലെ ആളോഹരി വഹിച്ചുകൊണ്ട് പോകണമായിരുന്നു. അങ്ങനെ ഒരു ഭരണഘടന മലങ്കര സഭയിലില്ല. മലങ്കര സഭയിലെ ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് വികാരിമാരുടെ അനുവാദത്തോടുകൂടെ പോകാം. ഒരു പൈസയും ഇവിടുന്ന് കൊണ്ടുപോകണ്ട, അവിടെ ചെല്ലുമ്പോൾ ഒരു പൈസയും കൊടുക്കുകയും വേണ്ട. ഇതാണ് മലങ്കര സഭയുടെ ഭരണഘടന. കാരണം എന്ത്? മലങ്കര സഭയുടേതാണ് പള്ളികൾ. ഇടവകക്കാർക്ക് എവിടെയും പോകാം. അതുകൊണ്ട് ഞങ്ങൾ 3000 പേര് ഇടവകക്കാരുണ്ട്. ഇത് 3000 പേര് ഇടവകക്കാരുള്ളതായ പള്ളിയാണ്. ഇത് ഞങ്ങളുടേതാണ്. ഇവിടെ കയറാൻ പാടില്ല, ഇവിടെ ഓർത്തഡോക്സുകാരെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. മലങ്കര സഭയുടേതാണ് പള്ളി. ആ മലങ്കര സഭയുടെ പള്ളിയിൽ എത്ര പേരുണ്ടെങ്കിലും മലങ്കര സഭയിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് മലങ്കര സഭയുടേതാണ്. അതാണ് കോടതി വിധി പറഞ്ഞത്. ഒരു മജോറിറ്റി മുഴുവനായി 99% പേരും 34 ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിന്നാൽ പോലും അത് മലങ്കര സഭയുടെ പള്ളിയാണെങ്കിൽ അത് മലങ്കര സഭയുടെ എന്നും നിലനിൽക്കുമെന്ന. പിന്നെ ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? 2002 ഭൂരിപക്ഷം തെളിയിക്കാമായിരുന്നല്ലോ. ആര് പറഞ്ഞു? 50,000 രൂപ ഓർത്തഡോക്സുകാരനും 50,000 രൂപ പാത്രികീസുകാരനും മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് ബാബായെ തിരഞ്ഞെടുക്കാനും അതിശുദ്ധ ബാബായെ തിരഞ്ഞെടുക്കാനും ഇവിടെ ഭൂരിപക്ഷം തെളിയിക്കാനുമായിട്ട് വിളിച്ചതാണല്ലോ. എന്തുകൊണ്ട് വരാതിരുന്നു? ആരുടെ കുറ്റം? അതില്ല. കാരണം യാക്കോബാ വിഭാഗം എന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ചാനലിലും മറ്റുള്ളവരിലും പറയുന്ന ആളുകൾ ഒരുങ്ങിക്കൂടിയിരിക്കുന്നത് കേരളത്തിലെ ഡിസ്ട്രിക്റ്റുകളിൽ ഏറ്റവും ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സഭയാണ് യാക്കോബായ സഭയെന്ന് മനസ്സിലാക്കണം. മലങ്കര സഭ ആഗോളമായിട്ട് 30 ഭദ്രാസനങ്ങൾ ഉൾക്കൊള്ളുന്നത്, അനേക രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ സഭയാണ്.
ആ സഭയുടെ സ്വത്ത് തർക്കത്തിനായിട്ട് ഇവിടെ വന്ന് ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കണ്ട. മലങ്കര സഭയിൽ അത് നടക്കുകയുമില്ല. മലങ്കര സഭയുടെ മക്കളുള്ളിടത്തോളം കാലം അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി തങ്ങളുടെ ജീവൻ ബലി കഴിക്കാൻ തയ്യാറാണെന്നുള്ളത് ഈ മക്കളാണ് അറിയിക്കുന്നത്. അവരുടെ കൂടെ അവരുടെ ശുശ്രൂഷകരായിരിക്കുന്ന മെത്രാച്ചന്മാരായിരിക്കാൻ, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മെത്രാച്ചന്മാരായിരിക്കാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ അതിനു വേണ്ടി നിൽക്കുന്നവരാണ്. എൻ്റെ വാക്കുകളെ ചുരുക്കിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ.